കല്യാണത്തിൻ്റെ അന്ന് അവൻ പറഞ്ഞത് എന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് എന്നെ കൊണ്ടുപോയി ഭക്ഷണം കഴിപ്പിക്കണട്ടോ, എനിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ കൊണ്ടുവന്ന് തരാം, 2 ചിക്കൻ കാലെങ്കിൽ തരുന്ന പറഞ്ഞു. എനിക്ക് സമയം കിട്ടിയില്ലല്ലോ വീട്ടിൽ നിന്ന് ചെയ്യാൻ. അപ്പൊ കണ്ടില്ലേ നേന്ത്രപ്പഴം കഴിക്കണത്. കല്യാണം ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. അവൻ്റെ ഇഷ്ടം അത് ഞങ്ങൾ സമ്മതിച്ചു. എന്തായാലും സന്തോഷത്തോടുകൂടി ഈ കല്യാണം ഭംഗിയായി നടക്കണം എന്നുള്ളതാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമായത് തന്നെയാണ്. അവൻ ഇതിനു മുമ്പ് നേരത്തെ കല്യാണം കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവൻ കുറച്ച് കഴിയട്ടെ പപ്പ കല്യാണം കഴിച്ചാൽ അതേ പ്രായമാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും സന്തോഷം. കുറച്ചൊക്കെ പോസിറ്റീവ്നെസ് ഉണ്ട്. കാരണം ഇപ്പോൾ പെണ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം സ്നേഹം ഡിസ്ട്രിബ്യൂട്ടഡ് ആവുമല്ലോ. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കണം. പിന്നെ ചേട്ടനെ ഞാൻ പണ്ട് കുഞ്ഞായത് മുതൽ വിളിക്കുക ചേട്ടാ പപ്പാന്ന്. ചേട്ടൻ എൻ്റെ അടുത്ത് രണ്ടാമത്തെ സപ്പയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തിയാ ക്ഷണിച്ചാൽ അത്രേ പറയുള്ളൂ. ഇനി കാര്യം മതി. സാഗരം സഖി തീര പോലെ കാതിൽ നിൻധ്വനി മായാപ്പൂവയെന്നും പൂവിട്ടു നീ അകമാകെ ഋതുകളാ പോയോ ഒഴിയുന്നു കാലമേറെ കാതലാകുമീ പിറൻ കുഞ്ഞു പൂവിലേ നീ പൊൻകണം പരിചയപ്പെട്ടത് അവിടെ UK വെച്ചിട്ടാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കോമൺ ഫ്രണ്ട്സ് വഴി പരിചയപ്പെട്ടതാണ്. പിന്നെ അങ്ങനെ ഫ്രണ്ട്ലി ആയി പിന്നെ എൻ്റെ സ്വഭാവമൊക്കെ മനസ്സിലായി പോയി. കുഴപ്പമില്ലാന്ന് കണ്ടപ്പോൾ ഞാൻ പ്രപ്പോസ് ചെയ്തതാണ്. അതിനകത്ത് കല്യാണം വരെ എത്തി. मन केसर केसर महके रेशम रेशम लागे रे दिल चंपई चंपई बांधे सिंदूरी से धागे रे